സ്തോത്രം. അനുഗ്രഹപ്പെട്ട അമികാലൊരു ഒരു നല്ല പകലിലെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നമികവും ദൈവത്തെ സ്തുതിക്കും. അനുഗ്രഹപ്പെട്ട ഒരു പകലാണ് ഇന്നത്തെ പകൽ. 2025 രണ്ടാം ആഴ്ചയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഒന്നാം മാസത്തിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഈ 2025 ഞാനും എൻ്റെ കുടുംബവും ആ വാഗ്ദത്തം പ്രാപിക്കും, ദൂത് പ്രാപിക്കും. അങ്ങനെ ഉറപ്പോട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നിശ്ചയമായി ആ ദൂത് ആര് നൽകും? കർത്താവ് നൽകും. സ്തോത്രം. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ദൈവമക്കൾക്ക് പ്രാപിക്കുവാൻ പറ്റും. ദൈവം ഒരിക്കലും നിങ്ങളെ വെറും കൈയോട് അയക്കത്തില്ല. ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ചിലത് നിറച്ച്, ചിലത് അനുഗ്രഹിച്ചു, ചിലതെല്ലാം ഉടയ്ക്കേണ്ടതെല്ലാം ഉടച്ച്, ചിലത് പണിയപ്പെടേണ്ട രീതിയിലേക്കാണ് ആര് കൊണ്ടുവന്നിരിക്കുന്നത്? കർത്താവ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതിന്റെ മഹത്വവും അനുഗ്രഹവും എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മൾ സ്തോത്രം കഴിഞ്ഞ ആഴ്ച എടുത്ത വചനം സ്തോത്രം ആലയ അതിന്റെ ഒരു ഭാഗമുണ്ട്. അതിലെല്ലാം വരുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒരു 14-ാം വാക്യം വരെ ഒന്ന് ഓടിച്ചു വായിക്കാം. കാരണം സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് സ്തോത്രം ആലയ ഒരാളൊരു ക്ലിപ്പ് അയച്ചിട്ട് അദ്ദേഹം ഒരുപാട് വേദനയോടാണ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് എനിക്കൊരു മറുപടി തരണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പ്, ആ വചനം എടുത്തിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ആ വചനത്തിന്റെ പൊരുളിനെ തിരിച്ചു വെച്ച് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് എന്നിട്ട് അയാൾ പറയാം, എന്നിട്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, നമ്മൾ പൊട്ടനാണ്. യെസ്, അദ്ദേഹം പൊട്ടൻ തന്നെയാണ്, അതിനകത്തൊരു മാറ്റവുമില്ല. ആ വചനം എങ്ങനെ ഗ്രഹിക്കണമെന്ന് അറിയത്തില്ല, വചനം എങ്ങനെ വായിക്കണമെന്ന് അറിയത്തില്ല, വചനം എഴുതിയിരിക്കുന്ന ആരാന്ന് അറിയത്തില്ല, വചനത്തിനകത്ത് പറയുന്ന ദൈവശക്തി എന്തെന്ന് അറിയത്തില്ല. അത് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പ്രസംഗിച്ചത്. സ്തോത്രം. അദ്ദേഹം വേദനയോടാണ് എന്നോട് ചോദിച്ചത്. ചില ചോദ്യങ്ങൾ എന്നോട് അതിനകത്ത് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു മറുപടി സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ മറുപടി, ആ കാഴ്ചപ്പാട്, അതിനകത്ത് വലിയ മറുപടിയൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ അത് ചിലവരെ കൺഫ്യൂഷൻപ്പെടുത്തും. അത് കാര്യം എന്തുവാ? ചിലവരെ കൺഫ്യൂഷൻപ്പെടുത്തുന്ന കാര്യം എന്തുവാ? നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞു, സ്തോത്രം, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ കാര്യമാ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ആ പാട്ട് പാടുന്നതിനകത്ത് ഒരർത്ഥമില്ല. നമ്മൾ പാടുന്ന വരി തെറ്റെന്നല്ല പറഞ്ഞത്. കാര്യം എന്തുവാ? നമ്മളെ മനസ്സ് ആ പാട്ടിനോട് ചേർന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതാ ദൂത് പറഞ്ഞത്, അതാണ് വ്യക്തമായിട്ട് ദൂത് പറഞ്ഞത്. പാട്ട് പാടുന്ന വരികൾ ശരിയാണെങ്കിലും പക്ഷെ ആ വരിക്കനുസരിച്ച് നമ്മളെ മനസ്സ് പോയില്ല എങ്കിൽ ആ പാട്ട് പാടിയിട്ട് കാര്യമുണ്ടോ? ചിലവർ പറയാറുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാന്ന് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാന്ന് പറയാം. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോട് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായ പ്രാർത്ഥന വിഷയത്തിനകത്ത് ആരും മറുപടിയിലും. ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചാൽ ഇതിൽ കൊന്ത ചൊല്ലുന്നതിലേ ഉള്ളൂ. ഞാൻ 1000 വട്ടം കൊന്ത ചൊല്ലി, 101 വട്ടം കൊന്ത ചൊല്ലി, 150 വട്ടം ഞാൻ സ്തോത്രം പറഞ്ഞു. കാര്യമില്ല. സ്തോത്രം പറയേണ്ട രീതിയിലാണ് പറയേണ്ടത്. സ്തോത്രം പറയേണ്ട അപ്പൊ പറയാം, പാസ് എന്ന് പറയുന്നത് സ്തോത്രം എന്ന് പറഞ്ഞ പോലെ പറയേണ്ട രീതി. എടാ, നിന്റെ വിഷയം ദൈവമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിട്ടാണ് നീ സ്തോത്രം പറയേണ്ടത്. അല്ലാതെ സ്തോത്രം എന്ന് പറയേണ്ട കാര്യമില്ല. ആ സ്തോത്രം എന്ന് പറയുമ്പോൾ നീയുമായിട്ടുള്ള വിഷയം ദൈവമായിട്ട് ബന്ധം ഉണ്ടാവണം, ആത്മീയ സാന്നിധ്യം വെളിപ്പെടണം. നേരത്തെ സ്തോത്രം സുന്ദ പറഞ്ഞൊരു വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുവാ? ചെവി കൊണ്ട് അനേകം പേർക്ക്, ചെവിയുള്ളവരെല്ലാം കേൾക്കുന്നുണ്ട്, പൊട്ടത്ര വലിയ പറയുന്നത്. അതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൽ ഉള്ളവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ആദ്യ ഒരു വാക്യം പറഞ്ഞ എന്തുവാ? ആത്മാവ് ഉള്ളവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് ഉള്ളവൻ ആത്മാവിലാ കേൾക്കുന്നത്, മനുഷ്യന്റെ വാക്കല്ല കേൾക്കുന്നത്. മനുഷ്യന്റെ നെഗറ്റീവ് വാക്കുകളൊന്നുമല്ല നമ്മൾ കേൾക്കുന്നത്. എന്തുവാ? ആത്മാവിലാ കേൾക്കുന്നത്. ആത്മാവിൽ കേൾക്കുന്നവൻ ബലപ്പെടും. ഈ കേൾക്കുന്ന അനുസരിച്ച് ഹൃദയത്തിനകത്ത് ചോർന്നു പോയ ബലം എന്ത് ചെയ്യും? ഇരട്ടി പ്രാപിക്കും. അവൻ ആത്മാവിലാ കേൾക്കുന്നത്. എല്ലാവർക്കും ചെവിയുണ്ട്, കേൾക്കാനാണ് ദൈവം എന്നിരിക്കുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ ആത്മാവുള്ളവനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് ഏറ്റെടുക്കുവാൻ പാടുള്ളൂ. നമ്മൾ കേട്ട പാട്ട് പാടി ആ പാട്ട് ഗ്രഹിച്ചാൽ ഇന്ന് വിടുതല. ഇന്ന് ഇംഗ്ലീഷ് പറഞ്ഞു, ആ പാട്ട് പാടി 2 പാട്ട് എനിക്കുള്ളത്. യെസ്, അത് ഏറ്റെടുക്കേണ്ട രീതി ഏറ്റെടുക്കപ്പെടാം. എന്തുണ്ടായ ആ വിടുതൽ അനുഭവിക്കാൻ പറ്റും.
അതുപോലെ ദൈവമക്കളോട് നമ്മൾ പറയുന്നത് ഓരോ പാട്ട് പാടുമ്പോഴും ഇവിടെ പാടുമ്പോഴും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്, ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കുന്നുവെങ്കിൽ വിടുതല. ആത്മാവിൽ കേൾക്കുന്നവൻ ഭയപ്പെടത്തില്ല. മാനുഷികമായി കേൾക്കുന്നവനാ ഭയപ്പെടുന്നത്, മാനുഷികമായി ചിന്തിക്കുന്നവനാ ഭയപ്പെടുന്നത്. ആത്മാവിൽ കേൾക്കുന്നവനും ചിന്തിക്കുന്നവനും എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ല. അതുകൊണ്ട് യോശുവയെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറഞ്ഞേ, നീ ഉറപ്പും ധൈര്യമുള്ളവനായ നീ. വേറെ ഒന്നും വേണ്ട. ആരിൽ ഉറപ്പും ദൈവം വേണം? നിന്റെ ദൈവത്തിൽ, യഹോവയെ ദൈവത്തിൽ ഒരു ഉറപ്പുണ്ടാവും. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പോരാ. ഇത് പറച്ചിലേ ഉള്ളൂ. ഇന്ന് ഭൂരിപക്ഷവും എന്തുവാ? പറച്ചിലേ ഉള്ളൂ. എന്തില്ല? പ്രവൃത്തിയിലില്ല. പ്രവൃത്തിയിലില്ല. സ്തോത്രം. പ്രവൃത്തിയിലില്ല. പറച്ചിലുണ്ട്, പ്രവൃത്തി ഇല്ല. പ്രവൃത്തി ഇല്ലാത്ത പറച്ചിൽ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് പറച്ചിലല്ല വിഷയം. ദൈവത്തിന് എന്തു വേണ്ടേ? പ്രവൃത്തിയാണ് വിഷയം. പ്രവൃത്തിയാണ് വിഷയം. അപ്പൊ ആത്മാവിൽ കേട്ടാൽ മാത്രമേ മനസ്സിനകത്ത് ഞെരുങ്ങുന്ന ചില വിഷയത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിലീഫ് കിട്ടത്തുള്ളൂ, വിടുതൽ കിട്ടുള്ളൂ. ഒരുപാട് പേര് ആശ്വാസം പറയും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദൈവമക്കളെ ഒരു കാര്യത്തോട് പറയാം. നെഗറ്റീവ് പറയുന്നവന്റെ കൂടെ കൂടിയ ഒരിക്കലും നമുക്ക് ബലപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏത് കാര്യവും ലോക മനുഷ്യന്റെ അടുത്തല്ല അഭിപ്രായം ചോദിക്കേണ്ട. അവിടെ നെഗറ്റീവേ വരത്തുള്ളൂ. പോസിറ്റീവ് തരുന്ന ഒറ്റ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ യേശു നമ്മളെ അകത്തുണ്ട്. ആ യേശുവാണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് തരുന്നത്. പോസിറ്റീവ് തരുന്നത്. അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെല്ലാം നെഗറ്റീവ് പറയുന്നുള്ളൂ. കൂട്ടുകാർ നെഗറ്റീവ് പറയുമ്പോഴും നെഗറ്റീവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോയി. ഞാൻ ഇറങ്ങി വരുമ്പോ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാം എന്നോട് പല നെഗറ്റീവ് പറയാറുണ്ട്. നെഗറ്റീവ് പറയുമ്പോഴും ഞാൻ അവിടുന്നോട് പോസിറ്റീവേ പറയത്തുള്ളൂ. അപ്പൊ ഇവര് പറയും, ഇത്രയെല്ലാം പ്രതികൂലം വന്നാലും ഇപ്പൊ ഞാൻ പറയാം, അതേ പറയും. കാര്യം എന്തോ, അകത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്ന് എനിക്കറിയാം. ഞാൻ വെറും ജഡമാ, ഞാനൊന്നുമല്ല. പക്ഷെ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൂത് പറയുന്ന ഒരാളെ എനിക്കറിയാം. എന്റെ അവസ്ഥ ഇന്നല്ല നാളെ മാറും. എന്റെ അവസ്ഥ കണ്ണടച്ച് തുറക്കുന്ന പോലെ മാറി. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. ദൈവം ഒന്ന് നോക്കിയാൽ മതി. എന്റെ വിഷയത്തെ, എന്റെ ഭാരം മാറും. ഏത് ഭാരവും മാറും. അപ്പൊ ഞാൻ നെഗറ്റീവ് പറയാൻ പറ്റില്ല. നെഗറ്റീവ് പറയുമ്പോൾ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞ് ദൈവസേനയിൽ വന്നപ്പോൾ എന്റെ ഒരു സാക്ഷി ഞാൻ പറയാം. ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവസേനയിൽ വന്നപ്പോൾ ഞാൻ ദൈവസേനയിൽ തീരുമാനമെടുത്തു. പല തീരുമാനം ദൈവത്തോട് ഞാൻ എടുത്തു. അത് എന്റെ ബന്ധമായാലും എന്റെ മിത്രമായാലും എന്റെ സ്വന്തക്കാരായാലും അവരുടെ എല്ലാ കാര്യങ്ങളിൽ ഇടപെടുന്നതിനകത്തെല്ലാം ഞാൻ എന്ത് ചെയ്തു? ഒരു അതിര് വെച്ചു. അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അവിടെ ബന്ധങ്ങൾക്കും വ്യക്തികൾക്കുമല്ല പ്രാധാന്യം, ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് പ്രാധാന്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായി, അടുത്തൊരു മരണം ഉണ്ടായി. അപ്പൊ എന്നെ കണ്ടില്ല. എന്നോട് ചിലർ ചോദിച്ചപ്പോ ഞാൻ ചിരിച്ചു കളഞ്ഞു. കാര്യം എന്തുവാ? ഞാനൊരു അതിര് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്തില്ല, പോകത്തില്ല. അത് ആരുമായിട്ടാണ് തീരുമാനം എടുത്തത്? കർത്താവുമായിട്ടാണ്. എന്നെ ഈ ബന്ധങ്ങളോ വ്യക്തികളോ അല്ല എന്നെ വഴി നടത്തുന്നത്. എന്നെ ഈ സ്വന്തക്കാരല്ല വഴി നടത്തുന്നത്. എന്റെ ബന്ധം പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇന്ന കുടുംബത്തിലെ എന്റെ ബന്ധം ഇതാ എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല ഞാൻ. ഞാൻ യേശുവിനെ തെരഞ്ഞെടുത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നവനാ. കാര്യം എന്തോ, എന്റെ ബന്ധവും എന്റെ സ്വന്തവും എല്ലാം എന്റെ ക്രിസ്തുവാ. അന്ന് ഞാൻ ദൈവസ്ഥനെ തീരുമാനം എടുത്തപ്പോ എന്നോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ കുറച്ച് ബന്ധുക്കളെ തരും, ചില സ്വന്തങ്ങളെ തരും. ആരെയാ? ഞാൻ നിന്റെ സഭയെ പണി, നിന്നെ കൊണ്ട് പണിയിപ്പിക്കും. ആ സഭയ്ക്കകത്ത് വരുന്ന ഓരോരുത്തരും നിന്റെ കൂടപ്പുറപ്പായിരിക്കും. അവരെയാണ് നീ സഹോദരന് കണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ള അടുത്ത സ്വന്തം. ഞാൻ ഇതുവരെ അങ്ങനല്ലേ കണ്ടിട്ടുള്ളത്. ഞാൻ പ്രസംഗിക്കുമ്പോ എല്ലാം അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടപ്പുറപ്പുകൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്തുവാ? ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടാ. ആ കാഴ്ചപ്പാടിന് അപ്പുറത്തോട്ട് ഞാൻ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ വ്യക്തികൾക്കോ എന്ത് ചെയ്യല്ല അവന് കൊടുക്കുക. അപ്പൊ ചിലവര് ലോക മനുഷ്യൻ ചോദിക്കും, അയ്യോ നിങ്ങളെ ഇന്ന ആളല്ലായിരുന്നു. അതൊന്നും എനിക്ക് വിഷയമേ അല്ല, എന്റെ വിഷയമേ അല്ല. എന്റെ വിഷയം ക്രിസ്തുവാ. കാര്യം എന്തുവാ? എന്നെ വഴി നടത്തുന്നത്, എന്നെ പുലർത്തുന്നത്, എന്നെ എന്റെ കുടുംബത്തെ നടത്തുന്നത് ആരാ? ക്രിസ്തുവാ. അപ്പോൾ ഞാൻ ആരോട് എഗ്രിമെന്റ് ചെയ്താൽ മതി? ഞാൻ കാലങ്ങൾക്ക് മുമ്പേ എഗ്രിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഇന്ന് എന്റെ സ്വഭാവം മാറാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? ഞാൻ ദൈവത്തോട് എടുത്ത തീരുമാനം. അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവരോട് സംസാരിക്കുകയില്ല. അവരോട് ഞാൻ സംസാരിക്കാറില്ല. ചിരിച്ചു വന്നിട്ട് ഞാൻ ബോധമേ ഉള്ളൂ. കാര്യം എന്തുവാ? അവരുടെ വാക്കൊന്നും എനിക്കൊരു വിഷയമേ അല്ല. എനിക്ക് വിഷയമില്ല, ദൈവത്തിന്റെ വാക്കാണ്. അതുപോലെ ദൈവമക്കളെ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ മുതൽ നമ്മൾ ദൈവമായിട്ടൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ദൈവമായിട്ട് തീരുമാനം വെച്ചിട്ടുണ്ട്. ആ തീരുമാനം എടുത്തിട്ട് നമ്മൾ മാനുഷിക ബന്ധങ്ങൾക്കോ പ്രാധാന്യങ്ങൾക്കോ പ്രാധാന്യം കൊടുത്ത് ആ ബന്ധത്തിന് മാറിയാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ആരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്?
ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. കാര്യം എന്നെ വിടിവിക്കുവാനും എന്നെ ശക്തനാക്കുവാനും എന്നെ ഉയർത്തുവാനും മാനിക്കുവാനും ആർക്കേ കഴിയത്തുള്ളൂ? കർത്താവായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വചനത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ ആ പ്രായമുള്ള ആള് പറഞ്ഞ പ്രസംഗത്തിനകത്ത് വന്നുപോയ സ്തോത്രം പൊട്ടത്തരം ഞാൻ തിരുത്തി പറയാം. ദൈവവചനത്തിനകത്ത് തന്നെ അത് വെളിപ്പെടുത്തി തരുന്നത് ഞാൻ പറയാം. സ്തോത്രം. ഞാൻ ആ പ്രായമുള്ള മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന് അതുപോലായിരിക്കാം. സ്തോത്രം. പക്ഷേ അത് കേട്ടൊരു വ്യക്തി കൺഫ്യൂഷൻ വന്നപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊന്ന് ക്ലിയർ ആക്കണേ. എങ്കിൽ ഞങ്ങൾക്ക് ബലപ്പെടാൻ പറ്റും. കാര്യം ഇത് ഫസ്റ്റ് കേൾക്കുന്നവൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അവൻ വായിച്ച് ഗ്രഹിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല ഇങ്ങനെ ബൈബിൾ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞേ, വാർദ്ധക്യ സമയത്ത് വൃദ്ധന്മാരെ നിങ്ങൾ സൂക്ഷിക്കുവാൻ, നിങ്ങൾക്ക് അന്ത്യകാലത്ത് നിങ്ങളെ വഴിതെറ്റിക്കുവാൻ അനേകം വരും. വചനത്തിന്റെ പൊരുള് അറിയത്തില്ലെങ്കിൽ ഇന്ന് സഭയെ നോക്കി പോവുകയാണെങ്കിൽ, വ്യക്തിയെ നോക്കി പോവുകയാണെങ്കിൽ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ പുറത്തു. നീ ആരെ നോക്കാവൂ? ക്രിസ്തുവിനെ നോക്കിയേ ഓടാവൂ. ക്രിസ്തു തന്നിരിക്കുന്ന പ്രമാണം അനുസരിച്ച് ഓടാവൂ. അതിനാ ദൈവം നിനക്ക് എന്ത് തന്നിരിക്കുന്നത്? പ്രമാണം തന്നിരിക്കുന്നത്. ഈ പ്രമാണത്തെ മുറുകെ പിടിച്ച് ഓടാവൂ. സ്തോത്രം. ഞാൻ പറയാം, ഒരു 20 വർഷത്തിന് മുമ്പേ മാനസികമായി എനിക്ക് വേദന ഉണ്ടായ ഒരു സംഭവം. ഞാൻ ആ സംഭവം ഒന്നും പറയത്തില്ല, ആ വ്യക്തിയെ പറ്റി പറയുന്നില്ല. ഒരു വ്യക്തി വഴിയാണ് മാനസികമായിട്ട് എന്തുണ്ടായി? ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. മാനസികമായിട്ട് ഞാൻ ഒരുപാട് ആ സമയത്ത് ഞാനങ്ങ് സ്തോത്രം ഉരുകിപ്പോയ ഒരു അവസ്ഥ പോലെ, മാനസികമായിട്ട് എന്താ തകർന്നു പോയ ഒരു അവസ്ഥ, അതൊന്നും പറഞ്ഞാൽ തീരാൻ പറ്റാത്ത വേദന ഒരു രാത്രി മൊത്തം ഞാൻ അനുഭവിച്ചു. ഒരു വ്യക്തിയുമുണ്ട്. സ്തോത്രം. ആ വ്യക്തി പ്രമാണിയാണ്, ആഡംബരത്തോട് ജീവിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. വലിയ പ്രൗഢിയോട് ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ സ്തോത്രം റിലേറ്റീവാണ്. അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ എനിക്കൊരു 3 മാസം എന്റെ നഷ്ടമാവത്തില്ല. എന്റെ 3 മാസം നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കേണ്ടത് ഒരു ചെറിയ തീരുമാനത്തിൽ, പുള്ളി ചെയ്ത ഒരു തീരുമാനത്തിന്റെ കുറവുകൊണ്ട് അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെന്നോ സ്വന്തമുണ്ടെന്നോ അല്ലെങ്കിൽ പരിചയമുണ്ടെന്നോ ഉള്ള എല്ലാം മറന്ന് 20 പോലെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പവുമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നു. പുള്ളി ഭയങ്കര പ്രൗഢിയോടെ, സ്തോത്രം, അല്ലെങ്കിൽ കോടികളുടെ ആസ്തിയുള്ളവരാ, പ്രൗഢിയോടെ ജീവിക്കുന്ന ആളാ. അധികാരത്തോടെ പുള്ളിയുടെ രീതി പുള്ളി ജീവിക്കുന്നു, നമ്മൾ നമ്മളെ രീതി. പുള്ളി ഇതിലെ വന്നാൽ നമ്മൾ ഇതിലെ പോകും. ഒരു ബന്ധവുമില്ലാതെ പോയി കഴിഞ്ഞു. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു കോള് വന്ന്, ഒന്ന് വീട്ടിലോട്ട് വരുമോ? അപ്പൊ എന്നെ ഉള്ളിനകത്ത് 20 വർഷത്തിന് മുമ്പുള്ള ചിത്രമായിരിക്കുന്നത്. പുള്ളിയുടെ പ്രൗഢി, പുള്ളിയുടെ ലെവലും. അവരുടെ പ്രൗഢി ഒന്നും കുറഞ്ഞിട്ടില്ല, പണത്തിനൊന്നും കുറവില്ല, പണമെല്ലാം കൂടുതലേ ഉള്ളൂ. ആ 20 വർഷത്തിന് മുമ്പേ കാണുന്ന വ്യക്തിയുടെ രൂപമായിരിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വെൽ ഡ്രസ്, ആ രീതിയിലുള്ള പോക്ക് വരവ്, ഇതാണ് നമ്മൾ കാണുന്നത്. സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നെ വിളിച്ചു. അപ്പോഴ് ഞാൻ അതിനകത്തൊന്ന് ബ്രേക്കായപ്പോ ദൈവത്തിന്റെ വിശ്വാസം എന്നോട് ശക്തമായിട്ട് പിന്നെയും ഇവർ നിർബന്ധിച്ച് 2-3 കോളുകൾ വന്നു ചെല്ലാൻ. ഇങ്ങനെ കഴിഞ്ഞപ്പോ 2-3 കോളായപ്പോ ഞാൻ ദൈവത്തോട് പാർശ്വം ദൈവത്തോട് പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനും സുഹൃതമായിട്ട പോകുന്നു. 20 വർഷത്തിന് മുമ്പ് ഞങ്ങൾ 2 പേരും ഒരു രാത്രി അനുഭവിച്ചതാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രൗഢിയുള്ള മനുഷ്യൻ, ആ പ്രൗഢിയുള്ള ഭവനത്തിനകത്ത്, റൂമിനകത്ത് ഒരു പിച്ചക്കാരൻ കിടക്കുന്ന പോലെ കിടക്കുക. അയാൾ ആഡംബര ജീവിതത്തിന്റെ ആഡംബരമുണ്ട്, പണത്തിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പം ആരാ ഭരിക്കുന്നേ? പിള്ളാരാ കൈകാര്യം ചെയ്യുന്നത്. പ്രൗഢിയുള്ളവന്റെ പ്രായം കൂടി. എന്ത് കുഴപ്പ? ഒരു പിച്ചക്കാരനെ പോലെ, ഒരു പിച്ചക്കാരൻ കിടന്ന് പൊട്ടനെ പോലെ കിടന്ന് നിലവിളിക്കുക. ഒന്നും പുള്ളിക്ക് ഓർമ്മയില്ല. പുള്ളിയുടെ മൈൻഡേ പോയി, റിയലെല്ലാം പോയി, റിലയെല്ലാം പോയി, റിലയെല്ലാം അടിച്ചുപോയി. ഒരു പൊട്ടനെ പോലെ ഇരുന്ന് എന്തൊക്കെയോ പറയും. ഞാൻ സത്യം പറയാമെങ്കിൽ മനസ്സലിഞ്ഞു പോയി. ഞാനങ്ങ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ അവസ്ഥയായി പോകും. പുള്ളിയുടെ വീടിന്റെ വീട് കയറി കഴിഞ്ഞാൽ വ്യാപാര വീടാ. റൂമിനകത്ത് പുള്ളി കിടക്കുന്ന കട്ടിലും പുള്ളിയുടെ അവസ്ഥയെല്ലാം കണ്ടപ്പോ ഞാൻ ഓർത്ത്, സ്തോത്രം, ഇത്രയും അതമ്പതിച്ചു പോയോ? പിള്ളേർക്ക് നോക്കാൻ താല്പര്യമില്ല. പിള്ളേരെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കുവാ, നോക്കാൻ താല്പര്യം. ഒരു വല്ലാത്ത അവസ്ഥ. പക്ഷെ ഈ പൊട്ടനായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ് കൈ തൂപ്പ്. ഉടനെ മക്കള്
സ്വത്രം. ഇത് ഇന്നാളെ വന്നേ മനസ്സിലായില്ല. ഡാഡിക്ക് പുള്ളി എല്ലാം ഏറ്റു പറയുന്ന പോലെ കൈ മക്കളോട് പറയാം, ഇനിയിപ്പം നോക്കാനും പറ്റുന്നത് മിക്കവാറും കൊണ്ടുപോയി വേറെ ഇങ്ങനെ ഞങ്ങൾക്ക് സമയം കളയില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ ഫ്രണ്ട് ചെയ്യുന്നോട് പറയുമോ? ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഇനിയും ഈ പുള്ളി അനുഭവിക്കേണ്ടതെല്ലാം ഈ ലോകത്തിൽ അനുഭവിച്ചു. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് അവരുടെ മക്കളെ വേണ്ടി അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. കർത്താവേ വേഗം അങ്ങെടുക്കണേ, ഇനിയും ഇട്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി. 2 ദിവസം കഴിയുമ്പോൾ പുള്ളി മരിച്ചു. ഞാനപ്പോൾ 20 വർഷത്തിനു മുമ്പ് എന്നെ വേദനിപ്പിച്ച ഒരു സംഭവത്തെ, വേദനിച്ച വ്യക്തിയുടെ അവസ്ഥ എന്താ, അവസ്ഥാനത്തെ അവസ്ഥ എന്തുവാന്ന് കർത്താവ് വെളിപ്പെടുത്തി കാണിച്ചു തന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, എല്ലാം മനുഷ്യന്റെ കാര്യം എഴുതിയ. അന്ന് പ്രൗഢിയോട് അലങ്കരിച്ചൊരു മനുഷ്യനെ അന്നൊരു പിച്ചക്കാരന് തുല്യമായി ആ വീടിനകത്ത് കിടക്കുന്ന കണ്ടപ്പോൾ, അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തുവപ്പ ഇങ്ങനെയല്ല മനുഷ്യരെ. അപ്പോഴാ കർത്താവിനോട് പറഞ്ഞു, 20 വർഷത്തിന് മുമ്പ് നീ ഒഴുക്കിയ കണ്ണുനീരിന്റെ മറുപടിയെ കണ്ടു. അവൻ നിന്നോട് യാചിക്കുന്നു. അവന്റെ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ നീ വന്ന് കയറിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്നോട് പറയുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള വാക്കിൽ അപേക്ഷിക്കുന്നത് വരെ ഞാൻ നിന്നെ കൊണ്ടുവന്ന് കാണിച്ചു. മക്കൾക്ക് വന്നിട്ട് മനസ്സിലാവുന്നില്ല എന്തുവായി പറയുന്നത്, എന്തുവാ കാര്യം സംസാരിക്കാൻ. പക്ഷെ എനിക്കും സുനയ്ക്ക് മനസ്സിലായി, ഇത് ആര് കൊണ്ടുവന്നതാ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവന്നു. ഞാൻ അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ അതിനകത്ത് ഞാൻ മിടുക്കന അദ്ദേഹം ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്തോന്ന് വെച്ചാൽ, നമ്മളെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരും മുൻവിധിക്കുന്നവരുടെ എല്ലാ അവസ്ഥാനം ഇതാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞ് 23-ാം സങ്കീർത്തനകത്ത് പറഞ്ഞ്, ശത്രുക്കൾ കാങ്കെ മെഷ ഒരുക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അല്ലാതെ ശത്രുക്കൾ കാങ്കെ അവന്റെ വേണ്ടി തകർന്നു പോയി അവന്റെ വേണ്ടി യാചിക്കുന്ന ഒരുത്തനെയായിട്ട് തള്ളിക്കളയാൻ അല്ല ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശത്രുക്കൾ കാങ്കെ മെഷ ഒരുക്കുന്ന ഒരു ദൈവം, അവൻ ഞെട്ടിക്കുന്ന രീതിയിൽ, മുൻവിധിച്ചവനും പരിഹസിച്ചവനും അപമാനിക്കുന്നവനും ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ചണെന്ന് മാനിക്കുന്ന ഒരു ദൈവത്തെ ആരും നിങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് മനസ്സിലാവല്. നമ്മുടെ ദൈവം എന്താണെന്ന് മനസ്സിലാക്ക്. ഇമ്മാനുവേൽ എന്ന പേര്, യേശു എന്ന പേര്, ഇന്ന് പ്രിയ യേശുവിന്റെ കൂടെയുള്ള കാലത്തോളം, ഇമ്മാനുവേലിന്റെ ഉള്ള കാലത്തോളം എന്നെ ഒരു ശക്തിക്ക് തകർക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ മുൻവിധികൾക്കോ ഒരുവന്റെ അപമാനത്തിനോ പരിഹാസത്തിനോ എന്നെ തള്ളിയിടുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്നോട്ട് ബലപ്പെട്ട് പറഞ്ഞ യുവക്കളെ, നിന്നെ പരിഹസിച്ചിട്ടുണ്ടോ, നിന്നെ അപമാനിച്ചിട്ടുണ്ടോ, നിന്നെ മുൻവിധിച്ചിട്ടുണ്ടോ, അവരുടെ മധ്യേ നിന്റെ തലമുറ അനുഗ്രഹിക്കും. കാര്യം നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തെയാണ് വിളിക്കുന്നത്. നീ ഒരു ബിംബത്തെയല്ല വിളിക്കുന്നത്, നീ ഒരു സ്വർണ്ണത്തെ കൊണ്ടുണ്ടാക്കിയവനെയല്ല വിളിക്കുന്നത്, നീ ജീവനുള്ള ക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിനെ നീ വിളിക്കുന്നത്. യേശു നിന്നെ നിന്റെ കുടുംബത്തെ ഈ 2025 അനുഗ്രഹിച്ചിരിക്കും. ആമേൻ. സ്തോത്രം. 20 വർഷത്തിന് മുമ്പേ നടന്ന സംഭവം അന്നത്തെ 1, 2, 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നുപോയി. പക്ഷെ ദൈവം മറന്നിട്ടില്ല. 20 വർഷം കഴിഞ്ഞപ്പോൾ അഭിഷേകം പൊക്കിയെടുത്തോണ്ട് കർത്താവ് കൊണ്ടുവന്നു. ഞാനപ്പോൾ ഓർത്തു, ശത്രുക്കൾ കാങ്കെ മേശ ഒരുക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാനത് കഴിഞ്ഞപ്പോൾ ചോദിച്ചവൻ പറഞ്ഞു, ചില നാളുകൾ ചില വർഷങ്ങൾ കൊണ്ട് പുള്ളി ഈ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഈ രീതിയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ ഞാൻ ഓർക്കുക, പുള്ളിയുടെ അവസാനമായപ്പോൾ ആര് കൊണ്ടുവന്നു? കർത്താവ് കൊണ്ടുവന്നു. കർത്താവ് കൊണ്ടുവന്നു. ഞെട്ടിപ്പോയി. ഞാൻ ദൈവത്തോട് ഞെട്ടിപ്പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർത്താവ് എന്തിനാ കൊണ്ടുപോയെന്നല്ല അപ്പോഴാണ് വെളിപ്പെടുത്തിയിട്ടിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മറന്നാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. പ്രതികാരം ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്, മനുഷ്യനല്ല. നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത്. ആരാ ചോദിക്കേണ്ടത്? നമുക്ക് വേണ്ടി ആര് ചോദിക്കാനുണ്ട്? കർത്താവ് ചോദിക്കാനുണ്ട്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. നിന്ദിച്ചവരെ, പരിഹസിച്ചവരെ, അപമാനിച്ചവരെ മധ്യേ
ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. പകൽ അതെല്ലാം കൊണ്ട് തിരിച്ചറിഞ്ഞാൽ, അത് ഊത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ മൗനമായിട്ട് എന്തുവാ ഉറക്കെ തൂങ്ങിയിരിക്കത്തില്ല, നമ്മൾ ഉണർന്നിരിക്കും. കാര്യം എന്റെ ദൈവം എന്നെ പുറത്തു വിടും. ഈ സാക്ഷ്യമല്ല എന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, ഈ സാക്ഷ്യങ്ങൾ എന്നെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ബന്ധു സ്വന്തത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഞാൻ അതിനകത്തൊന്നും ഇടപെടാറില്ല, അതിനകത്തൊന്നും ചെല്ലാറില്ല. കാര്യം എന്റെ ബന്ധമല്ല. കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവ് ഞാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ പറഞ്ഞ് ഈ ബൈബിളുമായി വചനവുമായിട്ട് എഗ്രിമെന്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റിന് അപ്പുറത്തുള്ള വ്യക്തിബന്ധമോ സ്വന്തമോ പരിചയമോ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ക്രിസ്തുവിനെയാ. അതിനെല്ലാം അപ്പുറമായി നിൽക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, എന്നെ തെരഞ്ഞെടുത്ത ഒരു ക്രിസ്തുവുണ്ട്. എന്തു സ്വന്തക്കാരും നാട്ടുകാരും ബന്ധക്കാരും എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാത്ത, അമ്മ ഉപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവം ഞാനുമായിട്ടുള്ള ബന്ധമാണ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തെ അറിയണം. സ്വന്തം ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലവർക്ക് ഇയാള് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഡിഫറെന്റാ, എല്ലാത്തിനും ഡിഫറെന്റാ. സ്വന്തം എനിക്ക് പറച്ചിലല്ല വേണ്ടത്, എനിക്ക് ആരാ വേണ്ടേ? എനിക്ക് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാ വേണ്ടത്, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രവൃത്തിയാ വേണ്ടത്. സ്വന്തം ആ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ ഒന്ന് വായിക്കും. സ്വന്തം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിനു മേൽ ഇരുളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി എന്തുവായിരുന്നു? പാഴി ശൂന്യമായിരുന്നു. അത് ആഴത്തിന് മേൽ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. അവിടെ വെളിച്ചം ഇല്ലായിരുന്നു. അടുത്തത് അവിടെ വെള്ളം ഒരുപാടുണ്ടായിരുന്നു. വെള്ളത്തിൽ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതൊരു പോയിന്റ്, അതാ തിരിച്ചറിയേണ്ട പോയിന്റ്. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ആര് കൽപ്പിച്ചു? ദൈവം കൽപ്പിച്ചു. അവിടെ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ, പരിവർത്തനകത്തിനകത്ത് ദൈവം കൽപ്പിച്ചപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. അവിടെ സൂര്യനല്ല ഉണ്ടായത്, ചന്ദ്രനല്ല ഉണ്ടായത്, എന്തുണ്ടായത്? വെളിച്ചമുണ്ടായി. സ്വതം ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചത് ജീവജന്തുക്കളും സസ്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം ആ സൂര്യൻ ഉണ്ടാക്കട്ടെ, ചന്ദ്രൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റല്ലയോ നമ്മളെ പഠിപ്പിക്കുന്നത്? സൂര്യനും ചന്ദ്രനും ഇല്ലാതെ എങ്ങനെയായി സസ്യങ്ങൾ ഉണ്ടാവുന്നത്? പൊട്ട, നീ തിരിച്ചറിയ്, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവമാ സൃഷ്ടാവ്. സൃഷ്ടാവിനറിയാം എങ്ങനെ സൃഷ്ടിക്കണമെന്ന്. അതിനകത്ത് പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? ഈ വാക്യം പൊട്ടം പറഞ്ഞു പോയി. എന്തുവാ? ഇവിടെ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അവിടെ വെളിച്ചം വന്നു. സൂര്യനല്ല ഉണ്ടായത്, ചന്ദ്രനല്ല ഉണ്ടായത്. സൂര്യനും ചന്ദ്രനും ഉണ്ടാവുന്ന വേറെ രീതിയില്ല. പറഞ്ഞു തരുന്നുണ്ട്. വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. പാഴും ശൂന്യമായി എടുത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനകത്ത് പരിവർത്തിച്ചു. വെള്ളം നിറഞ്ഞു കിടക്കുക, ഇരുളായി കിടക്കുക. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടായി. അടുത്ത ദൈവം ഉണ്ടാക്കാൻ പോകും. അടുത്തത് വായിക്കും. വെളിച്ചമുണ്ടായി. ദൈവത്തിന് വെളിച്ചം ഉണ്ടാക്കാൻ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട. ദൈവം എവിടെ ഇരിക്കുന്നു അവിടെ വെളിച്ചമാണ്. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ദൈവമക്കളെ, നീ വസിക്കുന്നിടത്ത് വെളിച്ചമാണ്. ഇന്ന് പകർന്ന് തിരിച്ചറിയ. നിന്റെ കുടുംബത്തിനകത്തോ, നിന്റെ ഭവനത്തിനകത്തോ, പുറത്തോ, നിനക്കുള്ളതിനകത്തോ ഒരു ആഭിചാരത്തിന് കയറാൻ പറ്റത്തില്ലെന്ന്, ആഭിചാരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാര്യം നീ ഇരിക്കുന്നിടത്ത് വെളിച്ചമാ. അതെ, സ്വന്തം ചിലർ എന്നോട് പറയാറുണ്ട്, എന്റെ ഭവനത്തിൽ എന്തൊക്കെയാ ചെയ്തത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നീ ഇരിക്കുന്നിടത്ത് വെളിച്ചമാ. നീ ദൈവത്തെയാണോ അറിഞ്ഞിരിക്കുന്നത്? നീ യേശുവിനെയാണോ അറിഞ്ഞിരിക്കുന്നത്? നിന്റെ ഭവനത്തിനകത്ത് യേശുവാണോ ഇരിക്കുന്നത്? നീ യേശുവിനെയാണോ സേവിക്കുന്നത്? നീ ന്യായപ്രമാണം അനുസരിച്ചാണോ ജീവിക്കുന്നത്? നിന്റെ ഭവനത്തിനകത്ത് വെളിച്ചമാ. അവിടെ ഒരു പൈശാചിക ശക്തിയും കയറാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ പാസ്റ്റർമാരുടെ വീട്ടിലും വിശ്വാസികളുടെ വീട്ടിലും സഭാകളിലും കൊണ്ടുകൊണ്ട് പൈശാചിക ശക്തികൾ കുഴിച്ചിട്ടാ ഉടനെ തകർന്നു പോകില്ല. അതിന്റെ മേളിൽ നിൽക്കുന്ന ശക്തിയാ ആര്? നീ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്താവത്തില്ല.
നിന്റെ ഭവനത്തിനകത്ത് തൊടത്തില്ല. തൊടണമെങ്കിൽ നീ ചിന്തിക്കണം, നീ ആരിന് മാറണം? കർത്താവിന് മാറണം. നിന്റെ ഭവനത്തിൽ കയറണം. നീ കർത്താവിന് നിൽക്കോ, അയ്യോ അത് ബന്ധനമാ. എനിക്കിത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനത്തുള്ള നെഗറ്റീവ് വാക്ക് ദൈവമക്കളിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ബന്ധനം. വിശാലമുള്ളവർക്ക് ഇവൻ എന്നാ കൊടുത്തേക്ക, ഇവന് ഇത്ര ആഗ്രഹമാണ്, എന്നാ വിളിച്ചോ. കർത്താവ് പറയും, ഇവൻ എന്നെയാണ് മേടിക്കുന്നത്, എന്നെയാണ് വിളിക്കുന്നത്, ഇവൻ അങ്ങ് ബന്ധനമാണ്. പിശാച് എല്ലാത്തിനും പിശാച. അത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് ഇഷ്ടപ്പെടൂ? ഇഷ്ടപ്പെടത്തില്ല. കർത്താവിന്റെ നാമത്തെ ഇന്ന് പകൽ ആരാധിച്ചെന്തുവാ? ദൈവത്തിന് ഇമ്മാനുവേലിന് നന്ദി പറയുക. അതാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ യേശുവിന് ഇഷ്ടപ്പെടുന്നത്. 2025 ആരംഭത്തിൽ കയറിയ വചനത്തിനകത്തും അതാ പറയുന്നത്. എന്തുവാ? നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് ദൈവത്തിന് ഇഷ്ടം. അല്ലാതെ ബന്ധനമാ, അത് ചെയ്തു, ഇത് ചെയ്തു, ബന്ധനമാ. ഇതൊരു ആപചാരമാണ് നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവല്ല. ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഈ ചിന്ത ആപചാരമാണ്. ഇന്ന് പകല് ഇങ്ങനെ ചിന്തിക്കുന്ന ദൈവജനം ഉണ്ടെങ്കിൽ, കേൾക്കുന്ന ദൈവജനം ഉണ്ടെങ്കിൽ ഓർത്തോണം, ഈ ആപചാരം എന്റെ ഭവനത്തിൽ നിന്ന് മാറട്ടെ. ഈ എന്റെ ഭവനത്തിനകത്ത് ഒന്നും വരത്തില്ല. കാര്യം എന്റെ ഭവനത്തെ ഭരിക്കുന്നത് യേശുവ. എന്റെ ഭവനത്തിനകത്ത് ആഴമായ ഇരുളില്ല, അവിടെ വെളിച്ചം വെളിപ്പെട്ടു. കഴിഞ്ഞ നാളുകൾ ഇരുളുണ്ടായിരുന്നു. യേശുവിനെ അറിയുന്നപ്പോ ഇരുളായിരുന്നു. യേശുവിനെ അറിഞ്ഞ നാള് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, ദൈവത്തിന്റെ പുതിയൊരു പൈതലായി പുറത്തു വന്നപ്പോ മുതൽ എന്റെ ഭവനത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വെളിച്ചമാ. അത് ദൈവം വെളിപ്പെടുത്തിയ വെളിച്ചമാ. അതിനെ ഇരുളാക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഞങ്ങൾ താമസിക്കുന്നിടത്തൊരു ഒരു സഭയുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം ഒരു അച്ചായൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സഹോദരിമാരുടെ മീറ്റിംഗ് എന്ന് പറയും. പാസ്റ്റർ ഭാര്യയും കുറച്ച് സഹോദരിമാരും അവിടെ ഉള്ള കാശുള്ള വീടുകളിലെല്ലാം കയറി ചെല്ലുന്നതെല്ലാം ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. മറ്റുള്ള സഭകളിൽ പോകുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. ഹിന്ദുസിന്റെ വീട്ടിലൊന്നും പോത്തില്ല. ഈ പോകുന്നവരെല്ലാം ഭയങ്കര പ്രൗഢിയുള്ള ടീമുകളാണ്. ഇവര് കയറി പോയിട്ട് അവരൊന്നിനെ വെൽക്കം ചെയ്യുന്ന അതെല്ലാം അയൽവക്കക്കാരല്ലേ, വല്ല പരിചയക്കാരല്ലയോ, എന്താ വന്നത്? അതെ, എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയ. എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോളെ. സ്വന്തം സഭയുടെ പ്രാർത്ഥന വിഷയമായി ഒന്ന് പ്രാർത്ഥിച്ചു തീരെ, എന്നിട്ട് വേണം നാട്ടുകാരെ ഇവരെ അല്ല നീ ഗുണപ്പെടുത്തേണ്ടത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഹിന്ദുസിന്റെ ഭവനത്തിൽ പോയി, യേശുവിനെ അറിയാത്ത ഭവനത്തിൽ പോകും. ഇത് യേശുവിനെ അറിഞ്ഞ ഭവനത്തിൽ ഒരു പള്ളി പോയിക്കൊണ്ടിരിക്കുന്നവരാ, സമുദായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ പെന്തിക്കോസ് വേറെ പെന്തിക്കോസ് അവിടെ ചെന്നിട്ട് പ്രാർത്ഥന വിഷയം. ശാപിക്കപ്പെട്ട നിന്നെല്ലാം കാണുമ്പോൾ എന്റെ അടുത്ത് പുള്ളി വെക്കുക, നമ്മളെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന, നമ്മളെ വീട്ടിൽ പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നമുക്കറിയാം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും എനിക്കറിയാം. സ്തോത്രം. അല്ലാതെ പുതിയ ഒരാൾ വേണ്ട, ലിസ്റ്റ് എടുക്കാൻ വന്നേക്കുവോ? സഭയ്ക്കൂടും അപമാനവും. സഭയ്ക്കകത്ത് ഒരുപാട് പ്രാർത്ഥന വിഷയം കിടക്കുക, അതെല്ലാം പെൻഡിങ് ആക്കി എടുത്തിട്ട് പുതിയ പ്രാർത്ഥന വിഷയത്തിന് നിരക്കുക. കാര്യം കണ്ട വലിയ വീട്, കണ്ട വലിയ സെറ്റപ്പ്, അന്ന് ഇവരെ കൂട്ടാം. ആ കൂട്ടുന്ന മാർഗമല്ല പെന്തിക്കോസ് മാർഗം. ആ കൂട്ടുന്ന മാർഗമല്ല ആത്മീയ ഉണർവിന്റെ മാർഗം. ഞാൻ ഇന്ന് പകരം നിങ്ങളോട് ഒരു കാര്യം പറയും. ആരെങ്കിലും നിങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ച, നിങ്ങളെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തെ ശക്തമായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ അവർ വിളിക്കുന്നത്. കാര്യം എന്തുവാ? അവർക്കറിയാം നിങ്ങൾ എന്തോ ഒഴിപ്പുണ്ടോ. നിങ്ങൾ നടന്നു പോകുന്നത് വരുന്നത് കാണുമ്പോഴേ അവർക്കറിയാം നിങ്ങൾ എന്തോ ഉണ്ടെന്ന്. പക്ഷെ നമുക്കറിയത്തില്ല നമ്മൾ ഇരിക്കുന്നത് എന്തുവാ. ആർക്കറിയാം? അവർക്കറിയാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ പോയി ചെന്ന് സ്തോത്രം ഗ്ലോറി പറഞ്ഞു, എനിക്ക് കുറെ പവർ ഉണ്ട് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ നിൽക്കല്ലേ. ആദ്യം സുവിശേഷം അറിയിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം, എന്നെ നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ വന്ന് വരുക, ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആദ്യം ക്രിസ്തു യേശുവിനെ സ്വന്തം രക്ഷുവായി സ്വീകരിക്കാം. ഓക്കെ ആണോ? ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷുവായി സ്വീകരിച്ചത് കൊണ്ടാ എനിക്ക് കൃപ കിട്ടിയത്. നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും എന്നെ കാണുമല്ലോ, എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും നിങ്ങൾ വിളിച്ചേ. പക്ഷെ ഇന്ന് ഞാനിവിടെ വന്നത്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷുവായി സ്വീകരിക്കാം. അല്ലേ നിങ്ങൾ ക്രിസ്തു ഒരുവരെ ദൈവമുള്ളതെന്ന് പറയാമോ?
ഇതെല്ലാം കൊണ്ട് പറഞ്ഞു കൊടുക്കണം, സുവിശേഷം പറഞ്ഞു കൊടുക്കണം. ഞാൻ അങ്ങനെല്ലാം പൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ചേട്ടാ എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്, എന്നെ കർത്താവ് കരുത്. ഇതല്ലാതെ യേശുവിന്റെ നാമം അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അവന്റെ മേലുള്ള കുറെ പിശാചിനെ പിടിച്ചോണ്ട് അങ്ങ് വീട്ടിലോട്ട് പോകും. കാര്യം എന്തുവാ? ആള് കാണിക്കാൻ പ്രാർത്ഥിച്ചതാ. അവൻ രണ്ട് പിശാച് എപ്പോഴും സൂപ്പിക്കുന്ന വാക്കേ പറയും. അയ്യോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും, നിങ്ങൾക്ക് ഭയങ്കര പവറാ. ഇതെല്ലാം കൊണ്ട് കേൾക്കുമ്പോഴേ എന്തുവാ എന്തുവാ ഒരുപാട് ദൈവാസന്മാർക്ക് വന്ന അബദ്ധമാ. എന്തുവാ? പിശാചം കൊണ്ട് സൂപ്പിച്ച് അവസാനം പ്രസംഗിച്ചോണ്ടിരുന്നു പറഞ്ഞു, ബോഡി കൊണ്ടുപോവാ, ഇപ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കാം. ആംബുലൻസ് ബോഡി കൊണ്ടുവന്നപ്പം പിന്നെ ഒന്നും ഉണ്ടായില്ല. ദൈവം പറയാതെ ഒരു ബോഡി എഴുന്നേൽക്കത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചു, ബോഡിയല്ല ഇനി അതിന്റെ അപ്പുറത്തെ കാര്യം വേണമെങ്കിൽ ആര് ചെയ്തു തരും? കർത്താവ് ചെയ്യും. ഇത് നീ ആള് കാണിക്കാൻ തുടങ്ങും. ഇത് പിശാചിന്റെ പരിപാടിയാ. യേശുവിനെ ആദ്യം പിശാച് എന്ത് ചെയ്ത്? പൊക്കി അങ്ങ് വെച്ച്. നീ ദൈവപുത്രനാ, ഞങ്ങൾക്കറിയാം. കർത്താവ് വീണോ? കർത്താവ് ഭൂതത്തെ പുറത്താക്കുമ്പോ ഭൂതമാ. യേശുവിന്റെ ദേവാലയത്തിലേക്ക് വരുമ്പോ ഭൂതമില്ലാത്തവനല്ല യേശുവിനെതിരെ നിൽക്കുമ്പോ ഭൂതമുള്ളവൻ പറയും, അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, അവനെ ഒന്നും ചെയ്യല്ലേ. പിശാച് അവനെ ഉയർത്തുന്നത്. യേശു അത് വീണോ? പൗലോസും ശീലാസും പോയി അവനെ ഉയർത്തുന്ന അമികാലയിൽ ഒരു സ്ത്രീ, ഒരു പ്രവാചകി പുറമേ നടന്നു. ഭൂതം പിടിച്ച പ്രവാചക. അവള് നടന്നപ്പോൾ അവളുടെ മേലുള്ള ഭൂതം പുറത്ത് കളയിപ്പിച്ചോണ്ടാ അവർ കാരാഗ്രഹത്തിൽ പോയി കിടന്നു. കാര്യം എന്തുവാ? പൊക്കത്തില്ല. പൊക്കിയ നമ്മളെല്ലാം പൊങ്ങും. എന്തുവാ? ചില ലാവണ്യ വാക്കുകളെല്ലാം കേട്ടാൽ, അയ്യോ നിങ്ങളുടെ വാക്ക് എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവാന്നെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളങ്ങ് ഒരടിയാ പൊങ്ങുമോ. അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഉള്ള ഭൂതത്തെ പിടിച്ചോണ്ട് വീട്ടിൽ പോകും. എന്നിട്ട് ഭൂതം പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന മുമ്പ് നീ സുവിശേഷം അറിയിക്കണം. അതാ കർത്താവ് പറഞ്ഞേ, ഞാൻ അറിഞ്ഞ സത്യം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് അവൻ പറയോ, ഞാൻ അതെല്ലാം സമ്മതിക്കുന്നു, ഏറ്റെടുക്കുന്നു. എനിക്കൊരു വിടുതൽ കിട്ടിയാൽ മതി. വിടുതൽ കിട്ടിയാൽ ഞാൻ കർത്താവിനെ അറിയും, കർത്താവിനെ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് ഇഷ്ടമാണ്. ആരെ ഉയർത്തിയിട്ടാ? ഇമ്മാനുവേൽ, ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചിട്ട്, യേശുക്രിസ്തുവിനെ സ്തുതിച്ചിട്ട്, നസറേനായ യേശുക്രിസ്തുവിനെ സ്തുതിച്ചിട്ട് നീ പ്രാർത്ഥന, ആ പ്രാർത്ഥന മേൽ ആര് മറുപടി തരും? മറുപടി തരും. ദൂതെന്ന് പറഞ്ഞല്ല. ദൂത് ഒരുവനെ പാപം വെളിപ്പെടുത്താനാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയണം, നീ പാപിയാ. ദൂത് വേറെ, പ്രാർത്ഥന വേറെ, ദൂത് വേറെ. നിന്റെ പാപത്തെ വെളിപ്പെടുത്തി അങ്ങോട്ട് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ചിലപ്പോൾ അവനെ തൊട്ടതായിരിക്കും. അതുകൊണ്ട് ദൂത് വെളിപ്പെടുത്തി. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കുറ്റബോധം തുടങ്ങും. അവൻ പിന്നെ വരും നമ്മുടെ അടുത്ത്, അയ്യോ ഞാൻ എന്തോ ചെയ്യണ്ടേ. നീ ചെയ്യേണ്ട കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ദൂത് പറയുന്നതും പ്രാർത്ഥിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്, സുവിശേഷം അറിയിക്കുന്ന വ്യത്യാസമുണ്ട്. പക്ഷെ സുവിശേഷം എപ്പോഴും ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? അറിയിച്ചുകൊണ്ടിരിക്കണം. അറിയിച്ച് ഒരു ദൈവ പൈതലെ സുവിശേഷം അറിയിച്ച് ഒരു ദൈവ പൈതലെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാ ദൈവം അവനെ കുറിച്ച് സന്തോഷിക്കുന്നത്. അല്ലാതെ ഞാൻ പറയും വേണേ അവനെ എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞേക്കാം, അങ്ങനെയല്ല. പറഞ്ഞ് അവനെ യഥാർത്ഥമായി പാദപീഠത്തിൽ കൊണ്ടുവന്നു ഞാൻ വിടുതൽ തരും, ദൈവം അത്ഭുതം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യും, ഞാൻ പോകുന്ന ആലയത്തിൽ വാ, സറണ്ടർ ചെയ്യും, ദൈവജനത്തിന് സറണ്ടർ ചെയ്യും. അങ്ങനെ ഞാൻ ഒരുപാട് വില കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്, അതേപോലെ നീ വില കൊടുത്താൽ നിനക്ക് കിട്ടും. പറഞ്ഞു കൊടുക്കണം, കൊണ്ടുവരണം. അതാ ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാ നിന്നെ കുറിച്ച്, നിന്റെ പേരിനെ കുറിച്ച് ആര് സന്തോഷിക്കുന്നത്? സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്നു. ഇത് അതാണോ? സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും എന്നെ ഇങ്ങനെ സൂപ്പിക്കാറുണ്ട്, പല കാര്യം പറഞ്ഞു. ആ സൂപ്പിയിലൊന്നും ആരും വീഴത്തില്ല, ഞാൻ വീഴത്തില്ല. സ്തോത്രം. ചിലപ്പോൾ ദൈവം നീ സുനിത എന്നോട് പറയും, അവർ ഇത്രയെല്ലാം വിളിക്കുന്നു, അവരെത്രയോ വിളിച്ചോട്ട്. അവരിപ്പോഴല്ലേ വിളിക്കാൻ തുടങ്ങിയത്. എന്തിനാ വിളിക്കുന്നത്? നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം, അതിനാ വിളിക്കുന്നത്. ആ അഭിഷേകം കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. എന്ത് കളയലെന്ന്? നിനക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ മുത്തിനെ പന്നിക്കൂട്ടത്തിൽ ഏറ്റെടുക്കാത്തവര് കൊണ്ട് കൊടുക്കല്ലേ. അവൻ വിളിക്കുന്നതിന് വേണ്ടിയാ. ഇനി ഇതുകൂടെ ഒന്ന് പരീക്ഷ നോക്കാം, ചിലപ്പോ നടന്നാലോ. അവനെയോട് ഒന്ന് വിളിക്കാം. ഇതാ ഇതിനു വേണ്ടിയാ വിളിക്കുന്നത്. അപ്പോഴെ കൊണ്ട് ദൈവനാമത്തെ ദൂഷിപ്പിക്കണോ? ദൈവനാമം പറയുന്നത് എന്തുവാ? വിളിക്കുന്നവന് വിശ്വാസം വേണം, വിളിക്കുന്നവന് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം, പ്രാർത്ഥിക്കുന്നവന് വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസത്തിന് മേല ദൈവം മിറക്കിൾ ചെയ്യുന്നത്, അത്ഭുതം ചെയ്യുന്നത്. അല്ലാതെ കർത്താവ് എന്ത് ചെയ്യത്തില്ല? അത്ഭുതം ചെയ്യത്തില്ല.
സ്വന്തം സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ച് തീർന്നില്ല, പിന്നെ നാട്ടുകാരുടെ വീടുകളിൽ ഇറങ്ങുക പ്രാർത്ഥിക്കാൻ. അവർ അംഗീകരിക്കൂ, ഇവരെ ഓർക്കുന്ന ഇവരെ അങ്ങ് അംഗീകരിക്കുക. ഇവര് പോയി കഴിയുമ്പോൾ ഉള്ള കമന്റുകളായി വിളിച്ച് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പൊ ഒരു കൂട്ടം വന്നായിരുന്നു, പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോ എനിക്ക് ചിരി വന്ന്. സ്വന്തം സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ച് ഗുണപ്പെടുത്ത് കിടക്കുക. സ്തോത്രം. നമ്മൾ ഇത്രയും വർഷം കാത്തിരുന്ന് നമ്മുടെ സഭയ്ക്കകത്ത് മണിയപ്പെടുവാനാ. സഭ യഥാർത്ഥമായി പഴുതപ്പെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ആൾ വരാൻ, അല്ലയോ? നമ്മൾ ആരെ അങ്ങോട്ടല്ല പോകുന്നത്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു എവിടെ ഇരുന്നു, അവിടെ ആ ജനം കൂടി വന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ എവിടെ വചനം ശുശ്രൂഷിച്ചു, അവിടെ കടന്നു വന്നു. അവൻ അങ്ങോട്ടല്ല പോയി, ഇങ്ങോട്ടാ വന്നേ. അതല്ലേ വചനം പഠിപ്പിക്കുന്നത്? ആണോ? പരസ്യം കൊടുത്തിട്ടാണോ? കർത്താവ് അയച്ചപ്പറ്റി ഓരോ വിടുതലും കൊടുക്കുമ്പോൾ പറയും, നീ ആരോടും പറയല്ലെന്ന് പറയും. ഇവൻ പറയല്ലേ എന്ന് പറയുന്ന ഇരട്ടിയായിട്ട് എന്ന് അവൻ ചെന്ന് പറയും. ആരെ പ്രസിദ്ധമാക്കും? കർത്താവിനെ പ്രസിദ്ധമാക്കും. ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കിയിട്ട് 10 പേർ ചെന്ന് പറയാനാ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പലയിടത്തും ഒരു പരിഹാസം പോലെ ആവുന്ന പലരും. സ്തോത്രം. കർത്താവിന്റെ വചനം പറഞ്ഞ രീതി തന്നെ കൊണ്ടുപോകണം. നമ്മളെ പ്രാർത്ഥിക്കാനും എല്ലാം വിളിക്കും, നമ്മളെ സൂപ്പിക്കാനാ വിളിക്കുന്നത്. പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. സൂപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യണ്ടേ? താഴ്ത്തിയിടട്ടെ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പ്രിയനെ മക്കളെ, വചനം പറയുന്നു വലിയ വെളിച്ചമുണ്ടായി. അവിടെ സൂര്യനൊന്നും ഉണ്ടായില്ല, അവിടെ ചന്ദ്രനും ഉണ്ടായില്ല. സൂര്യൻ ഉണ്ടാക്കുന്ന മുമ്പേ കർത്താവ് എന്ത് ചെയ്തു? വലിയൊരു പ്രകാശം വെളിപ്പെടുത്തി. അടുത്തത് അവിടെ കർത്താവ് എന്ത് ചെയ്തു? ഇരുളും വെളിച്ചമായിട്ട് എന്ത് ചെയ്തു? വേർതിരിച്ചു. അടുത്തത് ഇരുളിനെ വെളിച്ചത്തെ വേർതിരിച്ച് അവിടെ രാത്രി പകലും എന്ന് പേരിട്ടു. അടുത്തത് ഒന്നാം ദിവസത്തിന്റെ അത്ഭുതമായി ചെയ്തത്. കർത്താവിന്റെ വചനം ശക്തമായിട്ട് പറയുന്നു, വേണ്ട വെളിച്ചം വന്നില്ലെങ്കിലും പകലിനെ സൃഷ്ടിക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷെ വെളിച്ചം വന്നു, സൂര്യൻ ഉദിച്ചില്ല. രാവും പകലും കർത്താവ് വേർതിരിച്ചു. രാവിലെയും രാത്രിയെയും പകലിനെയും വേർതിരിച്ചു. അതാണ് ഒന്നാം ദിവസം കർത്താവ് ചെയ്തത്. രണ്ടാമത്തെ ദിവസത്തിന്റെ അത്ഭുതം, വെള്ളത്തിനകത്ത് തന്നെ ഒരു വിധാനം ഉണ്ടാക്കി പല രീതിയിലേക്ക് വെള്ളത്തെ മാറ്റി. വലിയൊരു കൂട്ടമാക്കി, ചെറിയ കൂട്ടമാക്കി, പല രീതിയിലേക്ക് വെള്ളത്തെ തന്നെ മാറ്റി. അടുത്തത് രണ്ടാം ദിവസം അത്ഭുതം കേട്ടല്ലോ. ഇനി മൂന്നാം ദിവസം അടുത്തത് അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സ്തോത്രം. ഭൂമി ഉണ്ടാക്കി അതിനകത്ത് കർത്താവ് കൽപ്പിച്ചു പല പല രീതിയിലുള്ള വിത്തുകൾ, സസ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. അത് ഉണ്ടായി. അല്ല സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാക്കിയതല്ല. ആദ്യമേ ദൈവം വെളിച്ചം കൊടുത്തു. വെളിച്ചം നല്ലത് കണ്ടു. രാത്രിയെ പകലിനെ വേർതിരിച്ചു. സമുദ്രത്തെ വേർതിരിച്ചു. വെള്ളത്തെ മാറ്റി. അവിടെ ഭൂമി ഉണ്ടാക്കി. ഉണങ്ങിയ നിലം കണ്ടുപിടിച്ചു. അതിന് ഭൂമി എന്ന് പേരിട്ടു. അതിനകത്ത് കർത്താവ് എന്ത് ചെയ്തു? സസ്യങ്ങൾ വളർത്താൻ തുടങ്ങി. അടുത്തത് അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. മൂന്നാം ദിവസം കഴിഞ്ഞു. പകലും രാവും തമ്മിൽ വേർതിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉതകട്ടെ. സ്തോത്രം. ഒരു മിനിറ്റ്. അടുത്ത വെളിച്ചം ദൈവം കൊണ്ടുവരാൻ പോവുക. എന്തുവാ? കാലങ്ങളെയും വർഷങ്ങളെയും ദിവസങ്ങളെയും തിരിച്ചറിയുവാൻ വേണ്ടി, വർഷങ്ങളും ആണ്ടുകളെല്ലാം തിരിച്ചറിയാൻ വേണ്ടി കർത്താവ് അടുത്തത് കൊണ്ടുവരിക. ആദ്യത്തെ വെളിച്ചം വെളിച്ചമായിട്ട് തന്നെ നിർത്തിയേക്കുക. അതിനകത്ത് കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി കാലങ്ങളും ദിവസങ്ങളും അറിയണം. അതിനുവേണ്ടി കർത്താവ് ഒരു വിധാനം കൊണ്ടുവരാൻ വേണ്ടി ഒരു വെളിച്ചം കൊണ്ടുവരിക. ആദ്യത്തെ വെളിച്ചത്തിനകത്ത് വേറെ വെളിച്ചം കൊണ്ടുവരിക. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. പകല് വാഴുവാൻ ഒരു വലിയ വെളിച്ചം.
രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചം. സൂര്യനും ചന്ദ്രനുമായിട്ട് ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. ആദ്യം ദൈവം എല്ലാം സൃഷ്ടിച്ചെന്താ? അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം സൃഷ്ടിച്ചായിരുന്നെങ്കിൽ മനുഷ്യൻ പറഞ്ഞാൽ ഇതെല്ലാം എന്റെ കഴിവാന്ന് പറഞ്ഞു. കർത്താവ് ഇതെല്ലാം ചെയ്തിട്ടാ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് കാണിച്ചു കൊടുത്തു. ഈ പ്രായമുള്ള മനുഷ്യൻ പ്രസംഗിക്കുക, വെളിച്ചമല്ലാതെ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായത്, പിന്നെ എങ്ങനെ സസ്യങ്ങൾ ഉണ്ടായത്? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വേണ്ട, ഈ പ്രമാണത്തിൽ പറയുന്നു ആദ്യം ഉണ്ടാക്കിയത് വെളിച്ചമാണ് കർത്താവ്. രണ്ടാമല്ല ഉണ്ടാക്കിയത്, ആദ്യം ഉണ്ടാക്കിയത് എന്തുവാ? വെളിച്ചമാണ്. സ്തോത്രം. പിന്നെ സൂര്യനെ ചന്ദ്രനെ ഉണ്ടാക്കാൻ നിന്റെ വിത്ത് വിളവേനല്ലോ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയാ? കാലങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, വർഷങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, ദിവസങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാ വലിപ്പം കുറഞ്ഞതും വലിപ്പമുള്ളതുമായ വെളിച്ചത്തെ ഉണ്ടാക്കിയത്. അത് വെളിച്ചം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്താ ഉണ്ടാക്കുന്നത്. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉള്ളവന്റെ കുടുംബത്തിനകത്ത് ആര് വെളിച്ചം തന്നിട്ടുണ്ട്? കർത്താവ് വെളിച്ചം തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിനകത്തെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് പകൽ തിരിച്ചറിയും. സ്തോത്രം. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും എതിരെ എന്തെങ്കിലും ആപചാരം നിന്റെ കുടുംബത്തിനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ഓർത്തോ, അതൊന്നും എന്റെ കുടുംബത്തിനകത്ത് ഏക്കത്തില്ല. അവന്റെ ആപചാരവും അവന്റെ പ്ലാനും അവന്റെ സമയം നഷ്ടപ്പെടുന്ന അല്ലാതെ, അവന്റെ പദ്ധതികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലാതെ, പിശാചിന്റെ പ്ലാനുകളെ ഉയർത്തുന്ന അനുസരിച്ച് അവൻ തകർന്നു പോകുന്ന അല്ലാതെ എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും എന്റെ തലമുറയ്ക്കോ അത് ബാധിക്കത്തില്ല. കാര്യം എന്റെ കുടുംബത്തിനകത്ത് ഒരിക്കലും കെടാത്തൊരു വെളിച്ചമുണ്ട്. എന്റെ കുടുംബത്തിനകത്ത് ഒരിക്കലും കെടാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു വെളിച്ചത്തിലേക്ക് ഞാനും എന്റെ കുടുംബം നിൽക്കുന്നത്. അത് നാസറനായ യേശുവെന്ന് പറഞ്ഞ വെളിച്ചത്തിനകത്താണ് നിൽക്കുന്നത്. ആ വെളിച്ചത്തിനകത്ത് നിൽക്കുന്ന കാലത്തോളം എന്റെ ശരീരത്തെയോ എന്റെ തലമുറയോ എന്റെ കുടുംബത്തെയോ എന്റെ എനിക്കുള്ളതിനെയോ നശിപ്പിക്കുവാൻ നിന്റെ ഒരു പ്ലാനിനും പദ്ധതിക്കും പറ്റത്തില്ലെന്ന് ദുഷ്ട പിശാച് യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് പറയുക. എന്നെ എന്റെ കുടുംബത്തെ നിനക്ക് തൊടുവാൻ കഴിയത്തില്ല. കാര്യം ഞാൻ യേശുവിന്റെ പൈതലാ. ദൈവമക്കളെ, ദൈവ മക്കളുടെ ക്വാളിറ്റി എന്തോന്ന് മനസ്സിലാക്കണം. ഞാൻ ആരെന്ന് മനസ്സിലാക്കണം, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ എന്ത് വരത്തില്ല? പതർച്ച വരത്തില്ല. അതുകൊണ്ടാ യോശുവോട് പറഞ്ഞ ഉറപ്പും ധൈര്യവും പ്രാപിച്ചു. ബാക്കി വാഗ്ദത്തം ഞാൻ നിവൃത്തിയാക്കി തരാം. ഇന്ന് പ്രിയ മക്കളെ, ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തുവാ? ഉറപ്പും ധൈര്യമുള്ള ഒരു ഹൃദയം ഉണ്ടാവണം. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. ദൈവത്തിന് മാറ്റാൻ പറ്റുമെന്നൊരു കഴിവുണ്ടാവണം. ആ ഉറപ്പുണ്ടാവണം. എങ്കിൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. അയ്യോ, ഞാൻ ഇങ്ങനെ നിന്ന് തരാം, ദൈവം എനിക്ക് എല്ലാം ചെയ്തു തരാൻ പറഞ്ഞ ദൈവം ചെയ്യൂ. ചിലവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ കുറെ ബാങ്ക് ബാലൻസ് ദൈവം കൊണ്ട് ഇടുന്നതാണ്, അല്ലെങ്കിൽ വലിയൊരു ജോലി തരുന്നതാണ്, അല്ലെങ്കിൽ വലിയൊരു ഭവനം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ വലിയ വലിയ സ്തോത്രം ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം അനുഗ്രഹം. ഒരിക്കലും അല്ല ദൈവമക്കളെ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം നശിച്ചു പോകുന്നതാ. ഇതെല്ലാം വിട്ടേച്ചിട്ട് പോകേണ്ടതാ. ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടതാ. ഇതൊന്നും നമ്മുടെ കൂടെ ഉള്ളതല്ല. ഇതെല്ലാം ആവശ്യമാണ്. ആര് തരും? ദൈവമാണ് തരും. അല്ലാതെ ഇതാ എന്റെ അനുഗ്രഹം എന്ന് ഒരിക്കലും പറയല്ലേ. സ്തോത്രം. അതേപോലെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. എന്റെ അനുഗ്രഹം പോലല്ലായിരിക്കും നിങ്ങൾ അനുഗ്രഹം. നിങ്ങൾ അനുഗ്രഹം പോലല്ലായിരിക്കും എന്റെ അനുഗ്രഹം. ഓരോ വ്യക്തികൾക്ക് ദൈവം വെച്ചിട്ടുണ്ട് അനുഗ്രഹം. ആ അനുഗ്രഹം അനുസരിച്ചായിരിക്കും അവരെ ദൈവം അനുഗ്രഹിക്കുന്നത്. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒറ്റ കാര്യം കമ്പയർ ചെയ്യാൻ പറ്റുക, ദൈവവചന പ്രകാരം യഥാർത്ഥമായിട്ട് ജീവിക്കുന്നവൻ എന്തുണ്ടാവും? നിത്യജീവനുണ്ട്. അത് എനിക്ക് നിനക്ക് ഒരേപോലെ. ബാക്കി അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമി നിനക്ക് തരേണ്ടത് ചിലപ്പോൾ നിനക്ക് 2 നിലയുടെ വീടാണെങ്കിൽ മറ്റൊരു ചിലപ്പോൾ 3 നിലയുടെ ആവാം, ചിലപ്പോൾ ഒരുവന് 1 നിലയുടെ ആവാം. അത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ്. അയ്യോ, അത് അവിടെ കൊടുത്തത് കൊണ്ട് എനിക്ക് എന്താ കിട്ടാനെന്ന് പറയല്ലേ. ആ കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. ആ കമ്പയറിങ്ങിനെ ആർക്കും ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. ചിലപ്പോൾ നമ്മളെ കൂടുതൽ പ്രാർത്ഥിപ്പിക്കും. പൗരോഹിത ശുശ്രൂഷയും പുരോഹിത ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയുണ്ട്. വചനത്തിന് അത് പഠിക്കണം. രാജകീയ ശുശ്രൂഷയും പുരോഹിത ശുശ്രൂഷ. പുരോഹിത ശുശ്രൂഷയ്ക്ക് കഷ്ടപ്പാടില്ല.
രാജക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കഷ്ടപ്പാടാണ്. രാജക ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് മോശ. മോശ ഒരുപാട് അനുഭവിച്ചു. മോശ ഒരുപാട് അനുഭവിച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് ദൈവം നിർത്തിയത്. പക്ഷേ പുരോഹിത ശുശ്രൂഷ ചെയ്ത വ്യക്തിയാ അവരോ മോശയുടെ ഒപ്പം നടന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മോശ പറയുന്നത് ചെയ്തു വന്നേ. അവൻ അത്രയും കഷ്ടപ്പാടില്ല. അതുകൊണ്ട് അഹരോൻ മോശയുടെ വരവ് താമസിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും എന്ന് പറഞ്ഞു മോശയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. അവനതിന്റെ വില അറിയത്തില്ല. പക്ഷെ രാജക ശുശ്രൂഷ ചെയ്ത മോശയ്ക്ക് വില അറിയാം. മോശ വന്നപ്പോൾ കാളക്കുട്ടിയെ കണ്ടപ്പോൾ മോശ എന്ത് ചെയ്തു? കയ്യിലിരുന്ന കൽപ്പന പലകയെടുത്ത് എറിഞ്ഞു. ദേഷ്യം വന്നു, ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. കാര്യം എന്തുവാ? രാജക ശുശ്രൂഷ ഉള്ളവന് ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനെ. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവന് മറ്റൊരു പറയുന്നത് ഞാൻ ചെയ്താൽ മതി. ഇന്ന് സംഘടനയ്ക്കകത്ത് പോകുന്ന പാസ്റ്റർമാരെല്ലാം ഭൂരിപക്ഷം പുരോഹിത ശുശ്രൂഷ. കാര്യം എന്തുവാ? ഇവര് വലിയ കാര്യങ്ങളെല്ലാം പ്രസംഗിക്കും. പക്ഷേ സംഘടനയുടെ മേളിൽ ഇരിക്കുന്ന തലവൻ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അതേ ചെയ്യത്തുള്ളൂ. ഇവർക്കറിയാം അത് തെറ്റാന്ന് പറഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യത്തില്ല, അതേ ചെയ്തു കൊടുക്കത്തുള്ളൂ. കാര്യം എന്തുവാ? പുരോഹിത ശുശ്രൂഷ. പക്ഷെ രാജക ശുശ്രൂഷയുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ സഭ കൊണ്ടുവന്നതെല്ലാം ദൈവത്തോട് ചോദിച്ചതാ. ദൈവം എന്ത് പറയുന്നു അതിനനുസരിച്ച് സഭയെ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ ആരെയും കാല് പിടിക്കത്തില്ല. പുരോഹിത ശുശ്രൂഷ ഉള്ളിടത്ത് എന്തുവാ? അന്നും 10 പേരെ ഇന്നും 10 പേരെ ഒരേപോലെ പോകുന്നു. ആരും പുറത്തു പോകത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. രാജക ശുശ്രൂഷ ഉള്ളിടത്ത് ജീവിക്കാൻ പറ്റാത്തവരെ പുറത്തു കളയും. അത് അവന് പറയാൻ പറ്റും. കാര്യം എന്തുവാ? അവനെ കണ്ടല്ല. ആരെ കണ്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? ക്രിസ്തുവിനെ കണ്ട ഇറങ്ങിയത്. രണ്ട് വ്യത്യാസവും. മറ്റെന്തുവാ? 3 കൊല്ലം കൊണ്ട് ഞാനിവിടെ വരുന്നു, എന്റെ ജോലി കഴിയുന്നു, അടുത്തടുത്ത് പോകും. എനിക്കെന്തുവാ? ഇവിടെ നന്നായാലെന്തോ, നന്നായില്ലെങ്കിൽ എന്തുവാ? എന്റെ പോക്കറ്റ് നന്നായാൽ മതി. ആ ഒരു കാഴ്ചപ്പാട്. അതാണ് പുരോഹിത ശുശ്രൂഷ. അതല്ല രാജക ശുശ്രൂഷ. ദൈവമക്കളെ, എനിക്ക് കഷ്ടം ചിലപ്പോൾ കൂടുതൽ കാണും. എന്റെ കൂട്ടുകാരന് കഷ്ടം കുറവായിരിക്കും. എന്റെ ബന്ധുവിന് കഷ്ടം കുറവായിരിക്കും. എന്റെ സഹോദരന് കഷ്ടം കുറവായിരിക്കും. എന്റെ കഷ്ടം അവൻ വിളിക്കുന്ന പോലല്ല നീ വിളിക്കുന്നതെന്ന് ഓർത്തോണം. ചിലപ്പോൾ അവന്റെ പ്രാർത്ഥന വേറെ രീതിയാവാം. ചില വ്യക്തികളുടെ ചില പ്രവൃത്തി അനുസരിച്ച് ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവരെ അനുഗ്രഹിച്ചതിന്റെ കാര്യം ഇവർക്ക് പുറമെ നോക്കുമ്പോൾ പല ക്വാളിറ്റിയും കാണത്തില്ല. പക്ഷെ അവർ പലതിലും അനുഗ്രഹപ്പെടുന്നതിന്റെ കാര്യം അവർ ചില കാര്യത്തിനകത്ത് വിശ്വസ്തരാണ്. അതിനകത്ത് കർത്താവ് ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല്ലേ? നമ്മളെ ആത്മീയ ദൈവത്തെ കമ്പയർ ചെയ്യല്ലേ. നമ്മളെ ആത്മീയ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം വലുതാ. ആ ഒറ്റ കാഴ്ചപ്പാടേ ഉണ്ടാവും. നമുക്ക് എന്ത് തന്നാലും കീഴ്പ്പെട്ട് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. മറ്റൊരുവന്റെ അനുഗ്രഹം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതിനകത്ത് ചോദിക്കല്ലേ. എന്താ കർത്താവേ? അത് ചോദിക്കാൻ തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് തകർച്ച ഉണ്ടാവത്തുള്ളൂ. കാര്യം എന്തോ? അവന്റെ നിലവിളി എന്റെ നിലവിളി രണ്ടും രണ്ടായിരിക്കാം. ചിലപ്പോൾ അവനെ അനുഗ്രഹിക്കുന്ന പോലെ അല്ലായിരിക്കും എന്നെ അനുഗ്രഹിക്കുന്നത്. വ്യത്യാസമാണ്. അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആരാ തരുന്നേ? കർത്താവ് തരുന്നത്. ആരെയും താഴ്ത്തത്തില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് സ്തോത്രം. പുതിയ നിയമസഭയുണ്ടായപ്പോ സ്തോത്രം പത്രോസിന്റെ അടുത്ത് കൊണ്ടുവന്നു. പത്രോസ് എല്ലാവരെയും സമമാക്കിയത്. വിറ്റ് കൊണ്ടുവന്നവർക്കെല്ലാം സമമാക്കി, എല്ലാവരും ഒരേപോലെ ആക്കിയത്. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമുണ്ട്. വിശുദ്ധിയോടും വേർപാടോടും വിശുദ്ധിയോടും ദൈവവചന പ്രകാരം ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. അടുത്ത വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. വായിച്ചിട്ട് നിർത്താൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ അർവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെ വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതതരം ജീവജന്തുക്കളെയും അതതരം പർവ്വജാതിയെ സൃഷ്ടിച്ചു. സ്തോത്രം. ഒരു മിനിറ്റ്. പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ദൈവം നമ്മളെ പറ്റിച്ചൊക്കെ ചെയ്തത്. ഈ പറ്റിയിൽ ഇപ്പോഴും നമ്മൾ അനുസരിച്ചുകൊണ്ടിരിക്കും. ആ ദൈവം പറ്റിച്ചിട്ടില്ല. വചനം വായിച്ചതിൽ നീയാ പറ്റിപ്പോയത്. വചനം വായിക്കേണ്ടത് നീ വായിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ടുണ്ടോ? ദൈവം വെളിച്ചം ഉണ്ടാക്കി,
വെളിച്ചം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 4-ാം ദിവസത്തിനകത്ത് വന്നിട്ടാണ് സസ്യം വന്നത്. 5-ാം ദിവസത്തിലാണ് എന്ത് വന്നത്? സൂര്യൻ ചന്ദ്രനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുമാ കർത്താവ് എന്ത് ചെയ്യുന്നത്? ജീവജന്തുക്കളെ ഉണ്ടാക്കിയത്, മത്സ്യങ്ങളെ ഉണ്ടാക്കിയത്. സ്തോത്രം. കർത്താവ് ഒരിടത്തും പിഴച്ചിട്ടില്ല. എന്നിട്ട് പറയാം, എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നില്ലയോ? നീ പൊട്ടനാണ്, നീ ബൈബിൾ വായിക്കേണ്ടത് നീ വായിച്ചിട്ടില്ല. സ്തോത്രം. ഇത് ബൈബിൾ വായിക്കാത്ത ഒരുത്തനാണ്. നീ ഓർത്തു സത്യമല്ലയോ ഒന്ന്? ഇല്ലയോ? ബൈബിൾ വായിക്കാത്തോണ്ടാ മനസ്സിലാവാത്തത്. സ്തോത്രം. ദൈവം എനിക്ക് ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ദൈവം വെളിച്ചം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? പറ്റും. അങ്ങനെ വിശ്വസിക്കുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. പക്ഷെ ദൈവം ന്യായപ്രമാണത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭൂമി എങ്ങനെ ഉണ്ടായി, സസ്യങ്ങൾ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ജീവജന്തുക്കൾ എങ്ങനെ ഉണ്ടായി, ഇതെല്ലാം വ്യക്തമായിട്ട് ആര് പഠിപ്പിക്കുന്നുണ്ട്? അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ വേറെ എങ്ങും പഠിപ്പിക്കുന്നില്ല, കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ സൃഷ്ടാവ് സൃഷ്ടിച്ചു. അതേപോലെ ഒരു കാര്യം ഞാൻ പറയാം, ന്യായപ്രമാണം ഉണ്ടാവുന്ന മുമ്പേ പാപങ്ങൾ ഉണ്ടായിരുന്നു, പാപങ്ങൾ പെരുകിയിരുന്നു. പാപങ്ങൾ പെരുകിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ദൈവജനം വഷളായി പോവുക, ദൈവജനത്തിൽ നിന്ന് വിട്ടുപോവുക. അപ്പോഴേ ദൈവം എന്ത് ചെയ്തു? പ്രളയം കൊണ്ടുവന്നത്. നോഹയും കുടുംബത്തെ തെരഞ്ഞെടുത്തത് വിളിച്ച് വേർതിരിച്ചു. ആ പ്രളയം നടക്കുന്ന മുമ്പേ ഈ പാപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ജനം പാപത്തിൽ വീടുകൊണ്ടിരിക്കുമ്പോഴും ആ പാപത്തിനകത്തും വേർതിരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? നോഹയുടെ വല്യപ്പൻ ഹാനോക്ക്. വചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. ഒരു ദിവസം അവനെ കണ്ടില്ല. അവൻ ആരോടെ പോയി? ജീവനോട് തന്നെ, ഉടലോട് തന്നെ അവൻ എടുക്കപ്പെട്ടു. അവൻ ആർക്ക് വേണ്ടി ജീവിച്ചതാ? ദൈവത്തിന് വേണ്ടി ജീവിച്ചു. പാപം നടന്ന ലോകത്തിലാണ്. അങ്ങനെ പെരുകി കഴിഞ്ഞപ്പോഴാണ് നോഹയുടെ കാലം വന്നപ്പോഴാണ് കർത്താവിന്റെ ജലപ്രളയം കൊണ്ടുവന്നത്. യഥാർത്ഥമായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള കറക്റ്റായിട്ട് വന്നത് മോശയുടെ കാലത്തിനകത്ത് എന്ത് വന്നു? പ്രമാണം വന്നു, ബൈബിൾ വന്നു, വചനങ്ങൾ വന്നു. വചനത്തിനകത്ത് ജീവിക്കണമെന്നായി. ആ വചനത്തെ ഒന്നോട് വന്ന് കുറുക്കി, ഒന്നോട് വന്ന് ബലപ്പെടുത്തി, ആചാരങ്ങളും അങ്ങനത്തുള്ള എല്ലാം ഫെസ്റ്റിവലും അങ്ങനത്തുള്ളത് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ നിയമം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? യേശു കർത്താവ് ജീവിച്ചു കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്ന എന്തുവാ? പുതിയ നിയമത്തിന്റെ പ്രമാണത്തിലാണ്. നമുക്ക് എന്ത് ജീവിക്കണമെങ്കിലും എങ്ങനെ ജീവിക്കണമെങ്കിലും വചനമുണ്ട്. വചനം നോക്കാം. മനുഷ്യനെ അല്ല നോക്കേണ്ടത്, സഭയല്ല നോക്കേണ്ടത്, പ്രമാണത്തെ നോക്കേണ്ടത്. ഈ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇന്നത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റില്ല. ഇന്നത് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പ്രമാണം ആർക്ക് തന്നിട്ടുണ്ട്? ഇത് പ്രമാണമാണ്. പല പള്ളികളിലായാലും അച്ഛന്മാരൊന്നും പ്രമാണം പഠിപ്പിക്കാറില്ല, ചൊല്ലേ പഠിപ്പിക്കാറുള്ളൂ. കാര്യം എന്തുവാ? പ്രമാണം പഠിപ്പിച്ചാൽ സത്യം അറിയും, ജനം മാറുമെന്നറിയാം. ചൊല്ല് പഠിച്ചോണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്തറിയാം? മരിക്കുമ്പോഴും കല്യാണം നടക്കുമ്പോഴും കുറെ ചൊല്ലാൻ അറിയാം. വചനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അച്ഛൻ പ്രസംഗിക്കും. അതുകൊണ്ടാണ് സമുദായത്തിനകത്ത് ഇതുവരെയും എന്താകട്ടെ ദൈവവചനം വെളിപ്പെടാത്തത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ആത്മാവിന്റെ ചെവിയുള്ളവരെ ആത്മാവ് കേൾക്കുന്ന ദൈവവചനത്തെ എന്ത് ചെയ്യാൻ പറ്റൂ? കേൾക്കാനും മാറാനും പറ്റൂ. നമ്മൾ ആത്മാവിൽ നിന്ന് കേട്ടെടുക്കുന്നതുകൊണ്ടാണ് സൺഡേ കേൾക്കുന്ന ഓരോ മീറ്റിംഗും നമുക്ക് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ തരുന്നത്. സ്തോത്രം. അപ്പോഴ് സൂര്യനും ജീവജന്തുക്കളെല്ലാം ഉണ്ടാകുന്ന മുമ്പേ കർത്താവ് എന്തുണ്ടായിരുന്നു? പ്രകാശം ഉണ്ടായിരുന്നു. പ്രകാശം സൃഷ്ടിച്ചിട്ടാ വന്നത്. അത് കഴിഞ്ഞിട്ട് കാലങ്ങളെയും ദിവസങ്ങളെയും വർഷങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടി എന്തുണ്ടായത്? സൂര്യൻ ചന്ദ്രൻ ഉണ്ടായത്. അതുപോലും അറിയത്തില്ല. എന്തിനാ സൂര്യൻ ചന്ദ്രൻ ഉണ്ടായെന്ന് പോലും അറിയത്തില്ല. അതിനും അപ്പുറത്ത് ഞാനൊരു ആലോചന പറയട്ടെ. സ്തോത്രം. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ഉരുവായാൽ ഉടനെ മുലപ്പാൽ ഉണ്ടാവത്തില്ല. കുഞ്ഞ് പുറത്ത് വന്നാലേ എന്തുണ്ടാവത്തുള്ളൂ? അത് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുക. അതിന് മുമ്പേ മുലപ്പാലിന്റെ ആവശ്യമില്ല, സ്ത്രീക്ക് ആവശ്യമില്ല. കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ പോറ്റാനുള്ളത് ആഹാരമാണ് എന്തുവാ? മുലപ്പാല്. അതിന് ഒരു പീരീഡ് ഉണ്ട്. പീരീഡ് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കും. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ദൈവം ഓരോന്നും സൃഷ്ടിക്കുന്ന ഓരോ ചെയ്യുന്നതിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അതേപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന ദൂതുകൾ ആർക്ക് തരുന്നത്? നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ വചനം കേട്ടു, കഴുകനെ പോലെ ചിറ കഴിക്കണം. നമ്മൾ പ്രതികൂലം വരുമ്പോൾ പ്രയാസം വരും, പതറിപ്പോലെ ഓർത്തോ, ഞാനും പുറത്തു വരുന്നൊരു ദിവസമുണ്ട്.
ഇന്ന് ഞാൻ ശോധനകളും പ്രതികൂലത്തിനെയും നിന്ദകളെയും അപമാനത്തിന്റെ അവസ്ഥയിലായെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിനും പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിക്കുമ്പോൾ കരയേണ്ട വിഷയമാണ്, കയറി ഇരുന്ന് അങ്ങോട്ട് കരയേണ്ട വിഷയമല്ല. ഇന്നല്ല ഞാൻ പുറത്തു വരും. കാര്യം എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അതുപോലെ എന്നെ എന്നും ഒരു രോഗിയാക്കി ഇടത്തില്ല. എന്റെ ദൈവം ആരോഗ്യത്തോടും ബലത്തോടും പുറത്തു കൊണ്ടുവരും. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. സ്തോത്രം. അതിന് ഇരട്ടി ശക്തി, ഇരട്ടി ബലം, ഇരട്ടി കൃപ ആര് പകരും? 2024 ചിന്താമണി എനിക്ക് പനി വരുമ്പോൾ മൊത്തത്തിൽ വീഴ് പറയും. 2025 പനി വന്നപ്പോൾ അതിനെ നേരിട്ടില്ലയോ, ജയിച്ചില്ലയോ, പഴയ പോലെ വീണോ? പ്രൈസലോ. കാര്യമുണ്ടോ? എന്റെ ദൈവം എനിക്ക് ഇരട്ടി ബലം തരും, ഇരട്ടി ശക്തി തരും. പ്രൈസലോ. എനിക്ക് മനസ്സിലാക്കി തരുവോ? കഴിഞ്ഞ ഒരു പനി വന്നാൽ മതി, ഞാൻ വീഴുവോ? പനിയെന്ന് കേട്ടാലേ ഞാൻ പേടിച്ചു. ഇന്ന് പനി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല, വീഴത്തില്ല. കാര്യം എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ട്. അത് വിശ്വസിക്കാൻ കൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വിടുതൽ നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്. അപ്പൊ വെളിച്ചം, ബൈബിൾ വായിക്കും. വെളിച്ചത്തിനകത്ത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഓരോന്നുണ്ടാക്കിയത്. സൂര്യചന്ദ്രനെ ഉണ്ടാക്കിയത് നിന്റെ സസ്യം വളരാനല്ല ഉണ്ടാക്കിയത്. പ്രൈസലോ. കാലങ്ങളെയും ആഴ്ചകളുടെയും ആണ്ടുകളെയും തിരിച്ചറിയുവാൻ വേണ്ടി പ്രൈസലോ നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അതിനപ്പുറത്തപ്പോഴും വലിയൊരു പ്രകാശം നിൽപ്പുണ്ടിന്റെ ബാക്കിൽ. അതിനെ നമ്മൾ കാണുന്നില്ല. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണമെങ്കിൽ അത് കാണും. ആ ശക്തി നിൽക്കുന്നതനുസരിച്ച് ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ കർത്താവ് യേശു ഉപചാരം, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത് പ്രാർത്ഥിക്കാൻ. ഒരു അന്ധകാരത്തിനും, ഒരു പിശാചിനും, ഒരുവന്റെ വാക്കിനും എന്നെ തളർത്തുവാൻ കഴിയത്തില്ല. എന്റെ കുടുംബത്തെ തളർത്തുവാൻ കഴിയത്തില്ല. എന്റെ വാഗ്ദത്തങ്ങളെ തളർത്തുവാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണ ഹൃദയത്തോട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഒരു ശക്തിക്കും എന്നെ തളർത്താൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും എന്നെ തളർത്താൻ കഴിയത്തില്ല. ഒരുവന്റെ വാക്കിനും എന്നെ തളർത്താൻ കഴിയത്തില്ല. ഒരുവന്റെ പ്ലാനിനും എന്നെ തളർത്താൻ കഴിയത്തില്ല. യേശുവിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. യേശുവിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് 2025. എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു വർധനമുള്ള വർഷമാണ്, അനുഗ്രഹമുള്ള വർഷമാണ്, സേവിങ്ങുള്ള വർഷമാണ്. ദൈവം ഞങ്ങളെ കുടുംബമായി പുറത്തു കൊണ്ടുവരുന്ന വർഷമാണ്. ഓരോ കുടുംബത്തെ കർത്താവ് തൊടാട്ട്, ഓരോ കുടുംബത്തോട് പരിശുദ്ധാത്മാവിന്റെ ദൂത് വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാട്ട്. ഇന്ന് പകൽ ഈ ആരാധന ഒരു അനുഗ്രഹമാക്കിയാട്ട്, ഈ ആരാധന ഒരു അനുഗ്രഹത്തോട് ദൈവം അയക്കട്ടെ. എല്ലാ പ്രതികൂലത്തെ ജയിക്കുന്ന അനുഗ്രഹത്തോട് അയക്കട്ടെ. എല്ലാ പ്രതികൂലത്തെ ജയിക്കുന്ന അനുഗ്രഹത്തോട് അയക്കട്ടെ. യേശുവിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടാട്ട്, യേശുവിന്റെ ദൂരിന്റെ പകൽ വെളിപ്പെടാട്ട്, അത്ഭുതങ്ങളുടെ പകൽ വെളിപ്പെടാട്ട്, വാഗ്ദത്തങ്ങളുടെ പകൽ വെളിപ്പെടാട്ട്, ദൈവത്തിന്റെ ദൂരിന്റെ പകൽ വെളിപ്പെടാട്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവമക്കളെ ദൈവം തൊടത്തി കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം പകൽ ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തിനകത്തും ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തോട് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ. കർത്താവേ, വിദേശത്തുള്ള ദൈവമക്കൾ മേല് അടിയനുമൊരു കുടുംബത്തിനകത്ത് ആ ദൈവത്തിന്റെ ദൂത് കൊണ്ട് നിവർത്തിയാവട്ടെ. സഭയ്ക്കകത്തുള്ള ഓരോ ദൈവമക്കൾ മേലെ ദൂത് നിവർത്തിയാവട്ടെ. ഇന്ന് പകൽ കേട്ട ദൈവത്തിന്റെ വചനം നിവർത്തിയാവട്ടെ. പ്രകാശം നൽകിയ ദൈവത്തിനകത്ത്, പ്രകാശം നൽകിയ ഭവനത്തിനകത്ത് ഒരു അന്ധകാരത്തിന് കയറുവാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകൽ വെളിപ്പെടാട്ട്, ആ വാഗ്ദത്തം ഇന്ന് പകൽ വെളിപ്പെടാട്ട്, ദൂത് പകൽ വെളിപ്പെടാട്ട്. ഓരോ കുടുംബത്തെ ഇന്ന് പകൽ ദൈവം തുറത്ത് കർത്താവ് ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ. 2025 ഒരു അനുഗ്രഹമാവട്ടെ. 2025 അനുഗ്രഹമാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ. ഓരോ കുടുംബ